നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, ഒടുവിൽ CSK വിജയിച്ചിരിക്കുന്നു. KKRന് മുട്ടൻ പണിയാണിത്. അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ വലിയ രൂപത്തിൽ ഭംഗിയിരിക്കുന്നു. അതും ഒരു ഘട്ടത്തിൽ KKR അനായാസം വിജയത്തിലേക്ക് എന്ന് തോന്നിച്ചിടത്ത് നിന്നാണ് ഡേവിഡ് ബ്രെവിസ് കളി CSKക്ക് അനുകൂലമാക്കി മാറ്റി തീർത്തത്. എന്നിട്ടും പക്ഷെ ബ്രെവിസ് പോയപ്പോൾ CSK ഒന്ന് പതറിയതാണ്. എന്നാൽ ദുബൈയുടെ അടിയുറച്ചുള്ള ആ ഒരു ഇന്നിങ്സ് അദ്ദേഹം പോയപ്പോൾ പ്രഷർ വന്ന ഘട്ടത്തിൽ MSDയുടെ സിക്സർ അങ്ങനെ കളി ഫിനിഷ് ചെയ്യും, CSK വിജയിക്കുമെന്ന് ഉറപ്പാക്കിയ MSDയുടെ നിൽപ്പ് എല്ലാം കൂടി ചേർത്താണ് ഈ ഒരു വിജയം അവർ നേടിയിരിക്കുന്നത്. 2 വിക്കറ്റിൻ്റെ വിജയമാണ് KKRന് മേൽ ഇപ്പോൾ ഈഡൻ ഗാർഡൻസിൽ CSK സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത KKR നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് 179 റൺസാണ് അടിച്ചതെങ്കിൽ മറുപടി ബാറ്റിങ്ങിൽ 19.4 ഓവറുകളിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു CSK. KKRനായിട്ട് ഓപ്പണർമാർ രണ്ടുപേരും വലിയൊരു സ്കോറിലേക്ക് പോയി എന്ന് പറയാനില്ല. ഗുർബാസ് 11 റൺസും സുനിൽ നാരായൺ 26 റൺസുമാണ് എടുത്തത്. എന്നാൽ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ തൻ്റെ മികച്ച ഫോം തുടരുകയാണ്. 33 പന്തിൽ നിന്ന് 4 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം 48 റൺസ് അടിച്ചു. രഘുവൻഷി 1 റൺസുമായിട്ട് മടങ്ങിപ്പോയി. എന്നാൽ മനീഷ് പാണ്ഡെ 28 പന്തിൽ നിന്ന് 36 റൺസുമായിട്ട് പുറത്താകുന്നു. റസൽ കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു, അതിൻ്റെ ഒരു തുടർച്ച ഇവിടെയും നടത്തി. 21 പന്തിൽ നിന്ന് അദ്ദേഹം 38 റൺസാണ് നേടിയത്. റിങ്കു 9 റൺസുമായിട്ട് മടങ്ങി. ഏതായാലും ഒടുവിൽ 179 റൺസാണ് അവരടിച്ചെടുത്തത്. നൂർ അഹമ്മദ് 4 ഓവറിൽ 31 റൺസിന് 4 വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് തൻ്റെ മികവ് ഒരിക്കൽ കൂടി പ്രദർശിപ്പിച്ചു. ജഡേജ 4 ഓവറിൽ 34 റൺസിന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ കമ്പോജും ഒരു വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി. മറുപടി ബാറ്റിങ്ങിൽ CSKക്ക് കനത്ത തിരിച്ചടിയാണ് തുടക്കം മുതൽ കിട്ടിയത്. 2 ഓപ്പണർമാരും ഡെക്കായിട്ട് പോയി. ആയുഷ് മേത്ര 2 പന്തിൽ നിന്ന് ഡെക്ക്, വൈഭവ് അറോറ മടക്കി, ഡെവൺ കോൺവോയ് 2 പന്തിൽ നിന്ന് ഡെക്ക്, മൊയിൻ അലി മടക്കി. പണി പാലും വെള്ളത്തിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. പ്രൊമോട്ട് ചെയ്യപ്പെട്ടു വന്ന അശ്വിൻ 8 റൺസുമായിട്ട് പോയി. അങ്ങനെ തകർച്ചയിലേക്ക് രവീന്ദ്ര ജഡേജയുടെ വക വന്നത് 19 റൺസായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് ഉർവിൽ പട്ടേൽ, നമുക്കറിയാം വൻഷ് വേദിക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് പകരം ടീമിലേക്ക് എടുത്തതാണ്. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ വെടിക്കെട്ട് നടത്തിയതാണ്. അതിൻ്റെ തുടർച്ച ഇവിടെ അദ്ദേഹം കാഴ്ചവെച്ചു. വെറും 11 പന്തുകൾ നേരിട്ട് 1 ഫോറും 4 സിക്സറും അടക്കം 31 റൺസാണ് അദ്ദേഹം അടിച്ചത്. CSKയുടെ വിക്കറ്റുകൾ തുരിതര വീഴുമ്പോഴും അവരുടെ റൺ റേറ്റ് താഴാതെ കാത്തത് ആ ഒരു പ്രകടനമാണ്. പിന്നീട് അങ്ങോട്ട് ബ്രെവിസ് കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച. 25 പന്തുകളിൽ നിന്ന് 4 ഫോറും 4 സിക്സും അടക്കം അദ്ദേഹം 208 സ്ട്രൈക്ക് റേറ്റിൽ 52 റൺസാണ് അടിച്ചത്. കളി അനായാസം അദ്ദേഹം കൊണ്ടുപോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ വരുൺ ചക്രവർത്തി അദ്ദേഹത്തെ മടക്കി വിട്ടു. എന്നാൽ പിന്നീട് MSDയും ശിവൻ ദ്യൂബയും ചേർന്നുള്ള കൂട്ടുകെട്ട്. MSD പതിയെയാണ് പോയത്, ദ്യൂബയെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. ദ്യൂബെ 40 പന്തിൽ നിന്ന് 45 റൺസാണ് അടിച്ചത്. 2 ഫോറും 3 സിക്സും അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. എന്നാൽ 170 ടീമിന് വിജയിക്കാൻ 10 റൺസ് വേണമെന്ന ഘട്ടത്തിൽ അദ്ദേഹം പുറത്തായി. തൊട്ടു പിന്നാലെ നൂർ അഹമ്മദ് 2 റൺസുമായിട്ട് വീഴുകയും ചെയ്തപ്പോൾ CSK വീണ്ടും ഒരു കളി നശിപ്പിക്കുകയാണോ എന്ന തോന്നലുണ്ടാക്കി. എന്നാൽ ആന്ദ്രെ റസൽ എറിഞ്ഞ അവസാന ഓവറിൽ ആദ്യ പന്ത് തന്നെ സിക്സറിലേക്ക് പറത്തിക്കൊണ്ട് MSD കളി തോൽക്കില്ല എന്ന് ഉറപ്പാക്കിയായിരുന്നു. പിന്നീട് കമ്പോജിൻ്റെ ബാറ്റിൽ നിന്ന് ബൗണ്ടറി വന്നതോടുകൂടി CSK മത്സരം വിജയിച്ചു കയറി. ഒടുവിൽ 2 വിക്കറ്റിൻ്റെ വിജയവിധ CSK സ്വന്തമാക്കിയിരിക്കുന്നു. ഇത് KKRന് കനത്ത തിരിച്ചടിയാണ്. അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ വലിയ രൂപത്തിൽ മങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.